തെരഞ്ഞെടുപ്പൊക്കെ എങ്ങനെ പോകുന്നു? തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളൊക്കെ തെരഞ്ഞെടുപ്പിൻ്റെ സംഘടനാ പ്രവർത്തനങ്ങൾ പൂർത്തിയായി. UDFിൻ്റെ ജില്ലാ കമ്മിറ്റി കൂടി തിരുവനന്തപുരം ആറ്റിങ്ങലും ഏതാണ്ട് ബൂത്ത് ലെവൽ വരെയുള്ള സംഘടനാ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഏതാണ്ട് സജ്ജമായി കഴിഞ്ഞു. ഇന്നലെ പ്രതിപക്ഷ നേതാവിൻ്റെ സാന്നിധ്യത്തിൽ ഇതൊന്ന് റിവ്യൂ ചെയ്തു. ഇതെങ്ങനെയാണ് ഈ നമ്മളെടുത്ത വർക്കുകളൊക്കെ ഏത് ലെവലിൽ പോയി എന്നുള്ളതിനെ സംബന്ധിച്ച് അദ്ദേഹം ഒരു നല്ല സംതൃപ്തിയാണ് രേഖപ്പെടുത്തിയത്. പിന്നെ അദ്ദേഹത്തിൻ്റെതായ നിർദ്ദേശങ്ങൾ വെച്ചു. നല്ല മീറ്റിംഗ് ആയിരുന്നു. പിന്നെ അത്യാവശ്യമായ സോഷ്യൽ ഗ്രൂപ്പുകളുമായിട്ടുള്ള ബന്ധങ്ങളെല്ലാം അതിനൊക്കെ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നന്നായിട്ട് നടക്കുന്നു. ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് കഴിഞ്ഞ തവണത്തേക്കാൾ ഫീൽഡിൽ നല്ല ഉണർവുണ്ടായിട്ടുണ്ട്. ഈ കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിലുണ്ടായിട്ടുള്ളതിനേക്കാൾ പിന്നെ നല്ല ആൻറ്റി ഇൻകംബൻസ് ഗവൺമെൻറ്റിനെതിരായിട്ട് ഇപ്പോൾ ഈ 2 രൂപയോ മറ്റേ പെട്രോളും ഡീസലിനും വില കുറച്ചത് ആളുകൾ പുച്ഛിക്കുകയാണ്. എന്നിട്ട് ഇനിയിപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞുകൊണ്ടേ 10 രൂപ കൂട്ടും എന്ന ആൾ ഇങ്ങോട്ട് പറയുകയാണ്. അതുപോലെ തന്നെ കേരളത്തിലെ ഈ വിലക്കയറ്റം സാധാരണക്കാരെ മാത്രമല്ല, ഒരു മിഡിൽ ഇൻകം ഗ്രൂപ്പിനെ പോലും അതിശക്തമായി ബാധിച്ചിരിക്കുകയാണ്. എല്ലാത്തിനും വിലക്കയറ്റമാണ്. പിന്നെ ഈ സാധാരണക്കാർ ബന്ധപ്പെട്ടുകൊണ്ടിരുന്നത് നമ്മുടെ മാവേലി സ്റ്റോറും സപ്ലൈകോയൊക്കെയാണ്. അവിടെ 50% വില കൂട്ടി. വില കൂട്ടുക മാത്രമല്ല, ഈ വില കൂട്ടിയിട്ടും അവിടെ സാധനമില്ല. അങ്ങനെ ജനങ്ങൾ പരിഭ്രാന്തരാണ്. CPMൻ്റെ സംഘടനാ സംവിധാനം വെച്ചുകൊണ്ടാണ് CPM ഇതൊക്കെ പറയുന്നത്. ശരിയാണ്, അവരുടെ സംഘടനാ സംവിധാനം മിലിറ്റൻ്റാണ്. ഈ സംഘടനാ സംവിധാനം കൊണ്ട് വോട്ട് കിട്ടിയാൽ എങ്ങനെ ഇരിക്കും? ജനങ്ങളല്ലേ വോട്ട് ചെയ്യേണ്ടത്. ജനങ്ങൾ വോട്ട് ചെയ്യേണ്ടവർ പൂർണ്ണമായ അസംതൃപ്തിയിലാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളിലും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളിലും. അതാണ് എനിക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞത്. ഞങ്ങൾ എവിടെയൊക്കെയാണ് സംഘടനാപരമായ ദൗർബല്യമുള്ളത്, ആ ദൗർബല്യം പരിഹരിക്കുന്നതിന് വേണ്ടി ഞങ്ങളൊരു ചെറിയ കമ്മിറ്റിക്കും രൂപം നൽകിയിട്ടുണ്ട്. അത് ഞങ്ങളിങ്ങനെ എല്ലാ ദിവസവും റിവ്യൂ ചെയ്യുക. അതുപോലെ സർ, കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് ഒരു വലിയ കൊഴിഞ്ഞുപോക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നുണ്ടല്ലോ. BJP അത് വളരെ ആത്മവിശ്വാസത്തോടെ പറയുകയാണ്, ഇനിയും വളരെ വലിയ ഉന്നതന്മാരുടെ മക്കൾ BJPയിലേക്ക് വരുമെന്ന് പറയുകയാണ്. ഈ പോയ ആളുകളും പറയുന്നുണ്ട് അവർക്ക് പുറകെ ആളുകൾ വരും. അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? അതിനൊക്കെ തന്നെ കോൺഗ്രസിനെ കുറിച്ച് BJPക്ക് അറിയാം. BJP എന്ത്? BJPക്ക് അതിനർത്ഥം സംഘടന ഇല്ലെന്നാണ്. ഈ മിക്സ് കാണിച്ച് ആരെങ്കിലും വോട്ട് ചെയ്യും? ഒരു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെങ്കിലും ജയിക്കണമെങ്കിലും ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്ന സംഘടനാ മിഷനറി ആ മത്സരിക്കുന്ന പാർട്ടിക്ക് വേണം. മാർക്സിസ്റ്റ് പാർട്ടിക്കുണ്ട്, കോൺഗ്രസിനും UDFിനും ഉണ്ട്. BJPക്ക് ഒരു 10% പോലും ഇല്ല. ഇതുപോലെ ചെന്ന് ഏതെങ്കിലും ഒരാളെ വിളിച്ചുകൊണ്ട് വരും, BJP ചേർത്തിരിക്കുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇവരുടെ ഈ പോയ ആളുകളുടെയൊക്കെ കഴിഞ്ഞ ഒരു 10 വർഷത്തെ പ്രവർത്തന പാരമ്പര്യം എടുത്ത് നോക്കിയാൽ ഏത് അണികളാണ് അവരോട് പോകുന്നത്? ഒരാളും കൂടെ പോകത്തില്ല. മാത്രമല്ല, ആളുകൾ പുച്ഛിക്കുകയാണ്. ഞാൻ വ്യക്തിപരമായി ആരുടെയും പേരെടുത്ത് പറയുന്നില്ല. ഒരു പ്രസ്ഥാനത്തിൻ്റെ പിന്നിൽ പല തണലിലും നിന്നുകൊണ്ട് ഒരു പ്രസ്ഥാനത്തിൻ്റെ പിന്നിൽ നിന്നിട്ട് ആ പ്രസ്ഥാനത്തിൻ്റെ നിർണായകമായ നിമിഷത്തിൽ പ്രസ്ഥാനത്തെ പുറകിൽ നിന്ന് കുത്തുക എന്ന് പറഞ്ഞാൽ ഇവരെയൊക്കെ ഭാവിയിൽ ആര് വിശ്വസിക്കും? ഇവരുടെ കുടുംബാംഗങ്ങൾ പോലും ഇവരെ വിശ്വസിക്കത്തില്ല. അതൊന്നും ഒരിക്കലും ഞാൻ എത്തിക്സ് എന്നൊന്നും പറയുന്നില്ല. എത്തിക്സൊക്കെ കുറഞ്ഞു വരുന്ന കാലഘട്ടമാണ്. ഒരിക്കലും കേരളത്തിലെ കോൺഗ്രസിനെ അത് ബാധിക്കത്തില്ല. കേരളത്തിലെ കാരണം കുറച്ചുകൂടി ചിലരൊക്കെ പോയെന്ന് പറഞ്ഞപ്പോൾ ആ പ്രദേശങ്ങളിലൊക്കെ വർദ്ധിത വീര്യമാണ് വന്നിരിക്കുന്നത് പ്രവർത്തകർക്ക്. അതിൻ്റെ വാശി വന്നിരിക്കുകയാണ്. ഒരു തരത്തിലും അതൊന്നും ബാധിക്കത്തില്ല. മറിച്ച് ഈ BJPക്ക് സംഘടനാ ദൗർബല്യമുണ്ട്. ആദ്യം അവരുടെ ഭിന്നിപ്പ് തീർക്കട്ടെ, ഞാനത് പറയുന്നില്ല. കാരണം BJPക്കകത്ത് പഠനപ്പിണക്കമാണ്. എനിക്കറിയാം, BJPക്കകത്ത് പഠനപ്പിണക്കമാണ്. ഒരു ഘട്ടം കഴിഞ്ഞാൽ ഞങ്ങൾ പേരുകൾ പറയും. രാഹുൽ ഗാന്ധി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ പറ്റി ഒരു പ്രസ്താവന നടത്തിയല്ലോ. വോട്ടിംഗ് മെഷീൻ ഇല്ലാതെ മോദി ജയിക്കില്ല എന്ന് പറയുന്നത്, അതിനെക്കുറിച്ച് വോട്ടിംഗ് മെഷീൻ നമുക്കറിയാം. ഓരോ നിമിഷം കഴിയുന്തോറും ഈ ഡിജിറ്റൽ അറിവ് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ടെക്നോളജിക്കൽ. ആ ടെക്നോളജിയിൽ എന്തും ചെയ്യാം. ഒരു ഇന്ത്യ ഭരിക്കുന്ന ഒരു രാജ്യം ഈ സാമ്പത്തിക സ്ഥാപനങ്ങളെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട്, ED പോലുള്ള സാമ്പത്തിക സ്ഥാപനങ്ങൾ, CBI ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് കൂട്ടത്തോടെ പഞ്ചായത്ത് മെമ്പറെ വിജയിച്ച് ഒരു ചിഹ്നത്തിൽ നിന്ന് വിജയിച്ച പഞ്ചായത്ത് മെമ്പർമാരെ വിലയ്ക്ക് വാങ്ങിച്ച് ഭരണങ്ങളെ അട്ടിമറിച്ചു കൊണ്ടിരിക്കുന്ന, ജനാധിപത്യം തകർത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ ടെക്നോളജി ഓരോ നിമിഷവും ആ ടെക്നോളജി മനുഷ്യ ചന്ദ്രനിലേക്ക് പോവാം. ഈ കാലഘട്ടത്തിൽ ഇത് അട്ടിമറിക്കും എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞത് അത് അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഞങ്ങളൊക്കെ അതിനകത്ത് വലിയ സംശയത്തിലാണ് ഞങ്ങൾ. എന്നാലും ജനങ്ങളതിനെ അതിജീവിക്കാനുള്ള ഏതെങ്കിലും പഴുത് ജനങ്ങൾ കണ്ടെത്തും.